ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ സ്കോഡ് റേറ്റിംഗ് ആണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നേരത്തെ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ 5 ടീമുകൾ, അതായത് IPL ഓപ്ഷന് ശേഷമുള്ള ഏറ്റവും മികച്ച സ്കോഡുള്ള ആദ്യ 5 ടീമുകൾ റേറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചത്. സോ അതിൻ്റെ ഫൈനൽ എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോഡ് റേറ്റിംഗിൽ പിന്നിലുള്ള, അതായത് അവസാന സ്ഥാനത്തുള്ള, അവസാന 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിലുള്ള 5 ടീമുകളുടെ പവർ റേറ്റിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്തവണ IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള പവർ റേറ്റിംഗ്, അല്ലെങ്കിൽ സ്കോഡ് റേറ്റിംഗിൽ 6ാം സ്ഥാനത്തുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 10ൽ 7 SRHന്റെ സ്കോഡ് റേറ്റിംഗ്. ഇത്തവണ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ടോപ്പ് ഓർഡർ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കരുത്ത്. അഭിഷേക് ശർമ്മ, ട്രാവിസ്, ഇഷാൻ കിഷൻ, ഹെഡിനൊപ്പം ഇഷാൻ കിഷൻ കൂടി എത്തിയതോടുകൂടി അവരുടെ ടോപ്പ് ഓർഡർ വളരെ എക്സ്പ്ലോസീവായി തുടരുകയാണ്. പവർഫുൾ മിഡിൽ ഓർഡറും ഇത്തവണ SRHന് സ്വന്തമാണ്. നിതീഷ് കുമാർ റെഡ്ഡിക്കും ക്ലാസിനുമൊപ്പം ഇത്തവണ ഇന്ത്യൻ യങ്സ്റ്ററായിട്ടുള്ള അഭിനവ് മനോഹർ കൂടി എത്തിയിട്ടുണ്ട്. മികച്ച സ്പിൻ കോംബോയുമുണ്ട്. രാഹുൽ ചഹാറിനൊപ്പം ഇത്തവണ ആദം സാംപ എന്ന ഓസ്ട്രേലിയൻ സ്പിന്നറും SRH ജേഴ്സിയിൽ കളിക്കാൻ പോവുകയാണ്. ബാക്കപ്പ് പേസേഴ്സായിട്ടുള്ള സിമർജിത് സിംഗും ജയദേവ് ഉനദ്കട്ടും ഇത്തവണ SRHന്റെ സ്കോഡിലുണ്ട്. ഒപ്പം 2 എക്സ്പീരിയൻസ്ഡ് പേസേഴ്സായിട്ടുള്ള ഹർഷൽ പട്ടേലും മുഹമ്മദ് ഷമിയും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കരുത്ത് പകരം. SRHന്റെ ബാക്ക് വീക്ക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ മിഡിൽ ഓർഡറിലും ലോവർ ഓർഡറിലും കുറച്ച് ബാക്കപ്പ് പ്ലേയേഴ്സ് SRHന് ഇല്ല എന്നത് അവരെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ്. സ്കോഡ് റേറ്റിംഗിൽ 7ാം സ്ഥാനം കഴിഞ്ഞ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. 10ൽ 6.5 തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്കോഡ് റേറ്റിംഗ്. ഇത്തവണ 23.75 കോടി രൂപയ്ക്ക് റെക്കോർഡ് തുകയ്ക്ക് വെങ്കടേഷ് അയ്യരെ KKR തങ്ങളുടെ ജേഴ്സിയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരു പുതിയ ക്യാപ്റ്റൻ്റെ കീഴിലായിരിക്കും ഇത്തവണ KKR കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ അവരെ കപ്പടിപ്പിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇത്തവണ KKR റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ KKR സ്ട്രെങ്ത് എന്ന് പറയുന്നത് മികച്ച പ്ലെയേഴ്സ് കോറാണ്. വളരെ മികച്ച ഇന്ത്യൻ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒരു കോർ ഇത്തവണ KKRന് സ്വന്തമായിട്ടുണ്ട്. മികച്ച സ്പിൻ കോംബോ ഇത്തവണ KKRന് സ്വന്തമാണ്. വരുൺ ചക്രവർത്തിക്കും സുനിൽ നരീനുമൊപ്പം ഇത്തവണ മായങ്ക് മാർക്കണ്ട് കൂടി KKR ജേഴ്സിയിലേക്ക് എത്തിയിട്ടുണ്ട്. മികച്ച ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള ആന്ധ്ര റസലും സുനിൽ നരീനുമൊപ്പം മറ്റൊരു ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായിട്ടുള്ള മൊയ്ൻ അലിയും ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓൾറൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കരുത്തു പകരം. മികച്ച ബാറ്റിംഗ് ഓർഡറും KKRന് സ്വന്തമായിട്ട്. വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും റസലും നരൈനും മൊയ്ൻ അലിയും ഒക്കെ അടങ്ങുന്ന KKRന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ കരുത്തുറ്റ് തന്നെയാണ്. KKRന്റെ വീക്ക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ മികച്ച എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ പേസേഴ്സിന് അഭാവം അവർക്കുണ്ട്. കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ വൈഭവ് അറോറയും ഹർഷിത് റാണയുമാണ് KKRന്റെ പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണയും അടക്കി ഭരിക്കുന്നത്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പേസേഴ്സ് ഇല്ല എന്നത് KKRനെ സംബന്ധിച്ച് അല്പം പോരായ്മ തന്നെയാണ്. പിന്നെ ക്യാപ്റ്റൻസിലും ഇത്തവണ ഒരു പുതിയ ക്യാപ്റ്റന് കീഴിലായിരിക്കും അവർ ഇറങ്ങാൻ പോകുന്നത്. അത്ര മികച്ച ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് KKRന്റെ സ്കോഡിൽ ഇല്ല എന്നുള്ളതും അവരെ സംബന്ധിച്ച് മറ്റൊരു പോരായ്മ തന്നെയായിരിക്കും. സ്കോഡ് റേറ്റിംഗിൽ 8ാം സ്ഥാനത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സ്കോഡ് റേറ്റിംഗിൽ 6.5 തന്നെയാണ്. 10ൽ 6.5 ചെന്നൈ സൂപ്പർ കിങ്സിന് റേറ്റിംഗ്. ഇത്തവണ മെയിനായിട്ട് തങ്ങളുടെ പഴയ പ്ലെയേഴ്സിനെ തിരികെ കൊണ്ടുവരാനായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്ഷനിൽ ശ്രമിച്ചത്. CSKയുടെ സ്ട്രെങ്തിലേക്ക് വരികയാണെങ്കിൽ മികച്ച പ്ലെയർ കോർ, KKRന്റെ കാര്യം പറയുകയാണെങ്കിൽ മികച്ച പ്ലെയർ കോർ ഇത്തവണ CSK സ്വന്തമായിട്ടുണ്ട്. ടെറിഫിക് സ്പിൻ അറ്റാക്ക് രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ഇത്തവണ രവിചന്ദ്രൻ അശ്വിനും തിരികെ വന്നിട്ടുണ്ട്. സോ ഡെഡ്ലി സ്പിൻ കോംബോ അശ്വിനും ജഡേജയും വീണ്ടും CSK ജേഴ്സിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. ഇവർക്കുമൊപ്പം അഫ്ഗാനിസ്ഥാൻ്റെ യങ് ടാലൻ്റ് ആയിട്ടുള്ള നൂർ അഹമ്മദും ഇത്തവണ CSK ജേഴ്സിയിലേക്ക് വന്നിട്ടുണ്ട്. മികച്ച ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അൻഷുൽ കമ്പോജ്, ഗുർജൻപ്രീത് സിംഗ് തുടങ്ങിയ താരങ്ങളും ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നിരയിലുണ്ട്. മികച്ച ഇന്ത്യൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി, വിജയ് ശങ്കർ തുടങ്ങിയ താരങ്ങളും CSK ഇത്തവണ ഓപ്ഷനിലൂടെ റാഞ്ചിയിട്ടുണ്ട്. CSKയുടെ വീക്ക്നെസ് പറയുന്നത് സ്വാഭാവികമായിട്ടും മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഒരു ബാക്കപ്പ് ഇല്ല എന്നത് CSK സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോരായ്മ തന്നെയായിരിക്കും. സോ ഈ 42ാം വയസ്സിലും ചെന്നൈ സൂപ്പർ കിങ്സിന് അമരൻ മഹേന്ദ്ര സിംഗ് ധോണി IPL മുഴുവൻ മത്സരങ്ങളും CSKയ്ക്ക് വേണ്ടി കളിക്കേണ്ടത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. സോ സ്കോഡ് റേറ്റിംഗിൽ അവസാന 10 ടീമുകളുടെ 6 മുതൽ 10 വരെ സ്ഥാനങ്ങളിലുള്ള റേറ്റിംഗാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ 9ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. സഞ്ജു സാംസന്റെ സംഘം ഇത്തവണ അത്ര മികച്ച കരുത്തുറ്റതല്ല. കഴിഞ്ഞ സീസണിലെ അടക്കം സ്കോഡ് പരിശോധിക്കുന്ന അത്ര മികച്ച കരുത്തുള്ള പ്ലേയേഴ്സ് ഇത്തവണ RR ജേഴ്സിയിലില്ല. 10ൽ 6 RRന്റെ സ്കോഡ് റേറ്റിംഗും. സ്ട്രെങ്തിലേക്ക് വരികയാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പിലാണ് യശസ്വി ജയ്സ്വാളും അവരുടെ റിട്ടേൺസ് പോലെ തന്നെ യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ സഞ്ജു സാംസണും അതോടൊപ്പം റിയാൻ പരഗും ജൂറലും ഹെറ്റ്മേറും അടങ്ങുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണ വളരെ കരുത്തുറ്റ തന്നെയാണ്. മികച്ച എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബാറ്റേഴ്സും അവർക്ക് സ്വന്തമായിട്ടുണ്ട്. സഞ്ജുവിനും ജയ്സ്വാളിനും ജൂറലിനും ഒപ്പം ഇത്തവണ നിതീഷ് റാണ കൂടി RRന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. ബാറ്റിങ്ങിൽ ഹെറ്റ്മേർ മാത്രം ഒരു ഫോറിൻ പ്ലെയറായി ടോപ്പ് ഓർഡറിൽ കളിക്കുകയാണെങ്കിൽ RRനെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആകും. കാരണം മികച്ച എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബാറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ
ഏക ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള ഹെറ്റ്മയർ മാത്രം കളിപ്പിച്ചാൽ അഡീഷണൽ 3 ഓവർസീസ് ബോളേഴ്സിനെ അവർക്ക് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ജോഫ്ര ആർച്ചർ, ഫസൽ ഫറൂഖി, വനുദു ഹസ്രംഗ, മഹീഷ് തീക്ഷണ തുടങ്ങിയ മികച്ച എസ്റ്റാബ്ലിഷ്ഡ് ബോളേഴ്സ്, ഓവർസീസ് ബോളേഴ്സ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിൽ ഉണ്ട്. വീക്ക്നെസ്സിലേക്ക് വരുവാണെങ്കിൽ അൺഅവൈലബിലിറ്റി ഓഫ് ബിഗ് നെയിംസ്, അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണ വമ്പൻ പേരുകളില്ല എന്നുള്ളത്, അല്ലെങ്കിൽ വമ്പൻ താരങ്ങളില്ല എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അല്പം പോരായ്മ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ ട്രെൻറ്റ് ബോൾട്ട് അവരുടെ ടീമിലുണ്ടായിരുന്നു. ഇത്തവണ ആവേശ് ഖാനും ട്രെൻറ്റ് ബോൾട്ടും ഒന്നും രാജസ്ഥാൻ റോയൽസിന് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസൺ അടക്കം അവരുടെ ഒരു മികച്ച ഓൾറൗണ്ടറും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിലില്ല. സോ സ്കോഡ് റേറ്റിംഗിൽ അവസാന സ്ഥാനം ലക്നൗ സൂപ്പർ ജയൻസിന് സ്വന്തം. 10ൽ 5.5 LSCയുടെ സ്കോഡ് റേറ്റിംഗ്. KL രാഹുലിന് പകരം ഇത്തവണ റെക്കോർഡ് തൂക്കി ഋഷഭ് പന്തിനെ കൊണ്ടുവന്ന LSC കടലാസിൽ എത്ര കരുത്തലാണെന്ന് നമുക്ക് നോക്കി കണ്ട് അറിയേണ്ടത് തന്നെയുണ്ട്. സോ LSCയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിഗ് ഹീറ്റേഴ്സ് ആയിട്ടുള്ള ഋഷഭ് പന്തും നിക്കോളാസ് പൂരനും ആയുഷ് ബഡോനിയും ഒക്കെ അടങ്ങുന്ന അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കരുത്തുറ്റത് തന്നെയാണ്. മികച്ച ബാറ്റിംഗ് യൂണിറ്റാണ്. എക്സ്പീരിയൻസ്ഡ് മിഡിൽ ഓർഡറിൽ കരുത്തു പകരാൻ മിച്ചൽ മാർഷും ഡേവിഡ് മില്ലറും തുടങ്ങിയ വമ്പൻ അടിക്കാർ തവണ LSC ജേഴ്സിയിലുണ്ട്. മികച്ച ബൗളിംഗ് അറ്റാക്കുമുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ ബോളേഴ്സിലേക്കാണെങ്കിൽ ആവേശ് ഖാനും മയങ്ക് യാദവും ആകാശ്ദീപും അടങ്ങുന്ന ഇന്ത്യൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചതാണ് LSCയെ സംബന്ധിച്ച്. വീക്ക്നെസ്സിലേക്ക് വരുവാണെങ്കിൽ മികച്ച ഒരു ഓപ്പണിംഗ് പെയർ അവർക്കില്ല എന്നുള്ളവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോരായ്മ. ഓപ്പണിങ്ങിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള 2 പെയർ ഇത്തവണ LSC ജേഴ്സിയിലില്ല. അതോടൊപ്പം തന്നെ മികച്ച ഓവർസീസ് ബൗളേഴ്സിൻ്റെ അൺഅവൈലബിലിറ്റിയും LSCയെ സംബന്ധിച്ച് അല്പം പോരായ്മ തന്നെയാണ്. സോ ഇതാണ് IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ സ്കോഡ് റേറ്റിംഗ്. ആദ്യ 5 ടീമുകളുടെ റേറ്റിംഗ് നേരത്തെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് അവസാന 5 ടീമുകളുടെ റേറ്റിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.